BSNL മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി കരാർ തൊഴിലാളികൾ. അന്യായമായി പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കുക, തൊഴിലാളികൾക്ക് മിനിമം വേതനം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. എന്നാൽ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് കരാർ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. ഇൻഫ്രാ മെയിന്റനൻസ് വർക്ക് ചെയ്തു വന്നിരുന്ന കരാർ തൊഴിലാളികളെ പുറത്താക്കിയതോടെ BSNL ഓഫീസുകളിൽ ആവശ്യമായ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലുമില്ലാത്ത അവസ്ഥയാണ്. അകാരണമായി ജീവനക്കാരെ പുറത്താക്കുന്നതിൽ വ്യക്തമായ വിശദീകരണം നൽകാനും BSNL മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി നടത്തുന്ന ഈ പരിഷ്കാരം തൊഴിലാളി വിരുദ്ധമെന്ന ആക്ഷേപം ശക്തമാണ്. ഇതൊരു ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണ്. തൊഴിലാളികളെ പിഴിഞ്ഞെറിഞ്ഞ് ഈ ഏജൻസികൾക്ക് കീശ വീർപ്പിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള കോൺട്രാക്ടർമാർക്ക് വരുമാനം വർധനവ് ഉണ്ടാക്കിക്കൊണ്ട് അവരെ കീശ വീർപ്പിക്കുന്ന സമീപനത്തിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ ഒരു വരുമാനത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ BSNL ഏറ്റവും കൂടുതൽ മെച്ചമായിട്ട് ലാഭകരമായി പോകുന്ന ഈ ജീവനക്കാരുടെ താൽക്കാലിക തൊഴിലാളികളുടെ ഇടപെടലിന്റെ ഭാഗമാണ് ഇന്ന് വരുമാനമൊക്കെ ഉണ്ടായത്. 2020 8000-ലധികം ജീവനക്കാർ ജോലി ചെയ്തിരുന്ന BSNL-ൽ ഇപ്പോൾ സ്ഥിരം ജീവനക്കാരെ നിർബന്ധിത VRS എടുപ്പിക്കുകയും കരാർ ജീവനക്കാരെ പുറത്താക്കുകയുമാണ് ചെയ്യുന്നത്. കരാർ ജീവനക്കാരുടെ എണ്ണം 4-1 കുറഞ്ഞു. ക്ലീനിംഗ് സ്റ്റാഫുകൾ, ഇൻഫ്രാ മെയിന്റനൻസ് വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ എന്നിവരെയാണ് അകാരണമായി പുറത്താക്കുന്നത്. 2020 ശേഷം 6 തൊഴിലാളികൾ ഈ BSNL മേഖലയിൽ ജോലി നഷ്ടപ്പെട്ടതിന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പല തൊഴിലാളികളും ഇപ്പം ജോലി നഷ്ടപ്പെട്ടു. കാരണം 20-25 വർഷക്കാലം ഈ മേഖലയിൽ പണിയെടുത്ത തൊഴിലാളികളാണ് ഒരു സുപ്രഭാതത്തിൽ ജോലിയില്ല എന്ന് പറഞ്ഞ് പുറത്താക്കപ്പെടുന്നത്. ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന തൊഴിലാളികളെ പുറത്താക്കുന്നത് മാത്രമല്ല, അവരുടെ പിന്നീടുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിന് ഒരു സാമ്പത്തിക ബെനിഫിറ്റോ ഈ മാനേജ്മെന്റോ അല്ലെങ്കിൽ കൊടുക്കുന്നില്ല. ആകെ കിട്ടുന്നത് ഈ ഒരു ESI സംവിധാനം മാത്രമാണ്. അത് തന്നെ കേരളത്തിലെ പല കോൺട്രാക്ടർമാരും അത് കൊടുക്കുന്നില്ല. സുരക്ഷാ ജീവനക്കാർ ഇല്ലാതായതോടെ BSNL ഓഫീസുകൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നതായും ജീവനക്കാർ പറയുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.